ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളമുണ്ട്. നമുക്കിതൊരു 4 വിസിൽ വന്ന വരയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ കൊണ്ട് വറുത്തെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി മസാലകൾ ഇട്ട് കൊടുക്കാം. പട്ട, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക്, 3-4 ഗ്രാമ്പു, നമുക്ക് ചെറുതായി ഒന്ന് വറുത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ഉപയോഗിക്കണില്ല. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ വെള്ളക്കസീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം മൂക്കണ്ട തേങ്ങയൊന്നും. തേങ്ങയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് തേങ്ങയുടെ കൂടെ ഒന്ന് വറുത്തെടുക്കും. മസാലേൻ്റെ ഒരു മൂത്ത മണം വരുമ്പോഴേ നമുക്ക് തീ ഓഫ് ആക്കാം. ഈ കളറിൽ നമുക്ക് ഇത് വറുത്തെടുക്കണം. ഇത്രയും കളർ മതി. നമുക്ക് തീ ഓഫ് ആക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഞാനിവിടെ ചെറിയ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിക്കൊടുക്കാം. നല്ലോണം വഴറ്റി വരണം. കുറച്ച് വേപ്പില, ഒരു കഷ്ണം പട്ട നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്ത് കൊടുക്കാം. സവാളയ്ക്ക് നല്ലോണം വാടിക്കഴിഞ്ഞതിലോട്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാനൊരു 6 പച്ചമുളകാണ് ഇട്ടത്. എരിവുള്ള പച്ചമുളകാണ്. പച്ച ഇത് മണമൊന്നും മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരച്ച തേങ്ങൻ്റെ അരപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം തിളക്കണം. തക്കാളി അതിനകത്ത് കിടന്ന് വെന്ത് വരും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കണ മട്ടനും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വേവിച്ച് വെച്ചേക്കണ മട്ടനും കൂടെ ഇട്ട് കൊടുക്കാം.
വെച്ച് 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. കറിയെല്ലാം തിളക്കാനായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് നല്ല കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൊണ്ട് കൊടുക്കാം. അവിടെ മട്ടൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.